ബസ്സിൽ വച്ച് ചിത്രീകരിക്കപ്പെട്ട ആ വീഡിയോയിൽ നിന്നും സത്യം മനസ്സിലാക്കിയവർ ഒരുപാട് പേരുണ്ട്. എന്നിട്ടും മനസ്സിലാക്കാത്ത മറ്റു ചിലരും. സത്യം രണ്ടിൽ എന്തു തന്നെ ആയിരുന്നാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കുടുംബത്തിന് അത്താണിയില്ലാതായിരിക്കുന്നു. അവർ നിരാലംബരായിരിക്കുന്നു. ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യജീവൻ, അതൊന്ന് നഷ്ടമായിരിക്കുന്നു. ഇന്ന് ഈ ദിവസം മലയാളിയുടെ നൊമ്പരമായി മാറിയ ദീപക്കിനെ കുറിച്ച് അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയയുടെ കുറിപ്പ് ഏറെ നൊമ്പരപ്പെടുത്തുന്നതാണ്. വീട്ടിലെ ഒരേ ഒരാൺതരി, അമ്മയ്ക്കും അപ്പനും തണലും താങ്ങുമാകുമെന്ന ഉറപ്പിൽ മാതാപിതാക്കൾക്ക് ആശ്വാസമായിരുന്ന ഒരു മകൻ. ഇതുപോലെ ഒരു മകന്റെ ഓർക്കാപ്പുറത്തെ വേർപാടിന് ചങ്കുപൊട്ടുന്ന വേദനയോടെ സാക്ഷികളാകേണ്ടി വന്ന ഒരപ്പന്റെയും അമ്മയുടെയും മകൾ ആയതുകൊണ്ടാകാം എന്റെ മനസ്സിനെ ദീപക് എന്ന സഹോദരന്റെ വേർപാട് വല്ലാതെ വേദനിപ്പിക്കുന്നു. മനസാക്ഷിയുള്ള സ്ത്രീ സമൂഹം ഒന്നാകെ പ്രിയപ്പെട്ട ദീപക് നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ദീപക്കിന്റെ അച്ഛനും ആ അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലിനും എന്തു മറുപടിയാണ് നമ്മൾ കൊടുക്കുക? നിങ്ങളുടെ മുത്തിനെ, അമ്മയുടെ കുട്ടിയെ ഞങ്ങൾ സ്ത്രീകളിൽ ഒരുവളുടെ ബുദ്ധിമോശം കൊണ്ട് ഇല്ലാതാക്കിയതിന് മാപ്പ്. നമ്മൾ മലയാളികൾ എന്നു മുതലാണ് ഇങ്ങനെ ആളെ കൊല്ലികളായത്? ഒരു നവീൻ ബാബുവിനെ വാക്കുകൾ കൊണ്ടും വാർത്ത കൊണ്ടും കൊന്നെങ്കിൽ ഇന്ന് ദീപക്കിനെ ഒരു മൊബൈൽ കൊണ്ട് വധിച്ചു. വീഡിയോ ഞാനും കണ്ടു പല തവണ. ഐ ആം സ്പീച്ച്ലെസ് ആൻഡ് സോറി ദീപക്. ഞാനും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്, എത്രയോ അനുഭവങ്ങൾ. പക്ഷെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞാൽ തീരാത്ത ഒരു പ്രതിസന്ധിയും ഇത്തരം സാഹചര്യങ്ങളിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ അതിനു തക്കതായതൊന്നും നടന്നിട്ടില്ല എന്നത് വ്യക്തമാണ്. ഇനി ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ. അവിടെ വെച്ച് തീർക്കേണ്ട പ്രശ്നം സമൂഹ മാധ്യമങ്ങളിലിട്ട് പ്രചരിപ്പിച്ചത് എന്തിനാണ്? സോഷ്യൽ മീഡിയയിലെ ആങ്ങളമാർ വന്ന് രക്ഷിക്കുമെന്നോർത്താണോ? വല്ലാത്ത വിഷമം തോന്നുന്നു. ആ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൈക്കിനും ഷെയറിനും ഫോളോവേഴ്സിനും വേണ്ടി രാവിലെ ഒരുങ്ങി ഇറങ്ങുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സോറി, അവരെ അങ്ങനെയല്ല വിളിക്കേണ്ടത്. ആളെ കൊല്ലികൾ എന്ന് വേണം വിളിക്കാൻ. നിങ്ങളോടാണ്. ഇക്കൂട്ടർ ക്യാമറ തിരിച്ചു വെക്കേണ്ടത് സ്വന്തം സ്വഭാവ വൈകല്യങ്ങളിലേക്കാണ്. ഈ ഹൃദയസ്പർശിയായ കുറിപ്പിന് ജോസഫ് ജോർജ് എന്നയാൾ നൽകിയ മറുപടി നോക്കുക. ചിലപ്പോഴൊക്കെ മനുഷ്യർ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ആരെ കുറ്റം പറയാനാവും? കുറിപ്പിങ്ങനെയാണ്: ആണുങ്ങളോടാണ്. വഴിയെ നടക്കുമ്പോൾ യാത്രയിൽ നിനക്കറിയാത്ത ഒരു സ്ത്രീയെയും സഹായിക്കാനോ സംരക്ഷിക്കാനോ താല്പര്യപ്പെടരുത്. ഏത് സാഹചര്യമാണെങ്കിലും പോലീസിനെ വിളിച്ച് സാഹചര്യം അറിയിക്കുക. അവർ സൗകര്യപ്പെട്ടു വന്ന് വല്ലതും ചെയ്യുന്നു എങ്കിൽ ചെയ്യട്ടെ. ഇനി അതല്ല, മറ്റവസ്ഥകളിലേക്കോ മരണത്തിലേക്കോ പോവുകയാണ് എങ്കിൽ അത് അവരുടെ വിധി എന്ന് മാത്രം കരുതുക. എന്തിന് നാം മറ്റൊരാളുടെ കണ്ടന്റ് ആവണം എന്ന്? ഒരുപക്ഷെ അനുഭവത്തിൽ നിന്നാവാം അദ്ദേഹം ഇത് കുറിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് വാർത്തകൾ ഈ ലോകത്ത് ദിവസവും നടക്കുന്നത് നാം കാണുന്നില്ലേ? എന്നിരുന്നാലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ പ്രവർത്തികൾ പരിണിത ഫലം നോക്കിയല്ല, നല്ല സമരിയനെ മുന്നിൽ കണ്ടാവണം ചെയ്യേണ്ടത്.